മൂന്ന് പുത്രന്മാരെ കുറിച്ച് പറയുന്നില്ലേ ഇതിനു മുമ്പ് ഒരു ഭാഗത്ത് രാമായണം? ഉത്തമനായ പുത്രൻ, മധ്യമനായ പുത്രൻ, അധമനായ പുത്രൻ. ഇവിടെ പറയാണ് ഈ രാജ്യസഭയിലും ഉത്തമന്മാരും മധ്യമന്മാരും അധമന്മാരും ഉണ്ട്. എന്താ കാരണം എന്നാ പറയുന്നത്? ഉത്തമനാണെങ്കിൽ നിങ്ങളെല്ലാവരും ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞത് തന്നെ ശരി, നന്നായി, എൻ്റെ അഭിപ്രായം അതാന്ന് പറയും. മധ്യമനാണെങ്കിലോ അത് കുറച്ച് പ്രയാസമാണ്, ഇപ്പോൾ അവരായിട്ട് യുദ്ധം ചെയ്യാന്ന് പറയും. അധമനാണെങ്കിലോ അതൊന്നും സാധിക്കില്ല എന്ന് പറയും. എനിക്ക് ഉത്തമനായ പോരാളികളെയാണ് ആവശ്യം എന്ന് പറയാണ്. ഇങ്ങനെ രാവണൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ മന്ത്രിമാരെന്താ പറഞ്ഞെന്നോ? ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വിളിച്ചത് നന്നായി. കാരണം രാമനെ ഓർത്ത് എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്, പേടിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അങ്ങ് ദേവേന്ദ്രനെ പോലും ജയിച്ച്, മേഘനാഥൻ അങ്ങയുടെ പുത്രനല്ലേ, ദേവേന്ദ്രനെ അങ്ങും ജയിച്ചിട്ടുണ്ട്, മകനും ജയിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത്. അതുപോലെ കുബേരനെ ജയിച്ചിട്ടല്ലേ പുഷ്പക വിമാനം അങ്ങ് എടുത്തത്. മറ്റൊന്ന് കാലനെ ജയിച്ച വ്യക്തിയല്ലേ രാവണ അങ്ങ് എന്ന് ചോദിക്കുക. വരുണനെ ഒരു ഹുങ്കാരം കൊണ്ട് ജയിച്ചിട്ടുണ്ടല്ലോ. മയൻ എന്ന അസുരനെ എന്താ ചെയ്ത്? അങ്ങയെ പേടിച്ച് സുന്ദരിയായ മകളെ ഭാര്യയാക്കി തന്നില്ലേ? ഈ അസുരന്മാർ പോലും അങ്ങേക്ക് കപ്പം തരുന്നുണ്ട്. കാരണം എന്താ? അങ്ങേ പേടിച്ചിട്ടല്ലേ. പിന്നെയാണോ ഈ മനുഷ്യരെ ഇത്രയും പേടി? മാത്രല്ല അങ്ങ് കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയിട്ടില്ലേ? എന്നിട്ട് എന്തിനാ ഈ കേവലം മനുഷ്യനായ ശ്രീരാമചന്ദ്രനെ പേടിക്കുന്നത്? അന്ന് ശ്രീപരമേശ്വരൻ തന്ന ചന്ദ്രഹാസം കയ്യിലില്ലേ എന്ന് ചോദിച്ചു. മൂന്ന് ലോകങ്ങളും അങ്ങയെ പേടിക്കുന്നുണ്ട്. അങ്ങേക്ക് അത് അറിയാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അങ്ങ് ഇതോർത്ത് ചർച്ച കൂടി എന്നറിഞ്ഞാൽ തന്നെ ലോകര് ഇതറിഞ്ഞ ലജ്ജിക്കും. അതുകൊണ്ട് ഒരു രാമനോട് യുദ്ധം ചെയ്യാൻ ചർച്ച ചെയ്തു എന്നാരും അറിയണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ പ്രതിജ്ഞ ചെയ്യാണ്, ഞങ്ങൾ ജീവനോടെയുള്ള കാലം അങ്ങേക്ക് ഒരിക്കൽ ആപത്ത് വരില്ല, ഞങ്ങൾ അങ്ങയെ കാത്തുകൊള്ളാം, അങ്ങയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന്.